നമസ്തേ മച്ചന്മാരെ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ കരുതുക. സോ 2 ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. യെസ്, കുറച്ച് ജിമ്മും ഡയറ്റും വീട്ടിലുള്ള പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇടാൻ പോണേ ഗൈസ്. ഇന്ന് ഞാൻ എൻ്റെ മോക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണേണ് മെതുവട അല്ലെങ്കിൽ ഉഴുന്നുവട ഉണ്ടാക്കി കൊടുക്കാൻ പോണേണ്. അപ്പം ഞാൻ രാവിലെ ജിമ്മിൽ പോണേക്ക് മുമ്പ് അവൾക്ക് ഈ ഉഴുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന് ഞാൻ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നും നമ്മുടെ പായസപ്പരിപ്പില്ലേ 2 സ്പൂണും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട മനസ്സിലാവും, കണ്ട സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി വാരി മിക്സിയിലിട്ട് വെള്ളം അധികം ചേർക്കാണ്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മെതുവട ഉണ്ടാക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. യു നോ ദാറ്റ് എന്ത് വീഡിയോ ഇടണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ തിന്നേണ്ടി വരും. ഞാനിപ്പം യുനോ ഒരു ഡയറ്റിലായതുകൊണ്ട് തന്നെ ഡയറ്റിൻ്റെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയത്തുള്ളൂ. അപ്പം ഇമ്മോക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മാത്രം കഴിക്കത്തില്ല. സോ അതൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കഴിക്കണ ആൾക്കാർ വേണം. കഴിക്കണ ആൾക്കാരില്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വേസ്റ്റ് ചെയ്ത് കളയാൻ നമ്മൾ വലിയ എന്താ പറയുക, അങ്ങനെ വലിയ ഫുഡൊക്കെ കിട്ടി ആശ്വാസമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല. പണ്ടേ തൊട്ട് പാവപ്പെട്ട രീതിയിൽ ഭക്ഷണമൊന്നും ഇല്ലാത്ത രീതിയിൽ പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മച്ചി വീട്ടിൽ പഞ്ചസാര തീർന്നു പോകുമ്പോൾ ചെയ്യണ പരിപാടി, പഞ്ചസാര പാത്രം ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് 2 കപ്പിൽ മുതലയുടെ ചായ തന്നിട്ട് പറയും കുടിച്ചോളാം. കുടിക്കും, നക്കും, കുടിക്കും, നക്കും. ഇങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ. അപ്പം ഫുഡ് ഞാൻ മാക്സിമം വേസ്റ്റ് ചെയ്യാറില്ല. എന്നാലും എൻ്റെ വീട്ടിൽ വേസ്റ്റ് ആവാറുണ്ട്, അതില്ലെന്ന് ഞാൻ പറയാറില്ല. സോ അപ്പം നമുക്ക് ഇന്നെന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് മെതുവട ഉണ്ടാക്കാൻ വേണ്ടി പോണേണ്. കൊച്ചു കഴിക്കില്ലോ എന്ന് എനിക്കറിയത്തില്ല, വീട്ടിലുള്ള ആൾക്കാർ കഴിക്കില്ലെന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ, കസിൻ അനിയത്തി ഉണ്ട്, അവളെൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ കൊച്ചുണ്ട്, പിന്നെ ഹബ്ബിയുണ്ട്, ഞാനുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരാണ്. അപ്പം ഇവർക്ക് വേണ്ടി, ഞാൻ ഒഴിച്ച് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ചെറിയ ഇതിൻ്റെ ഒരു ബൈറ്റ് എടുത്താൽ ഇത് കൂടില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പം മെതുവട നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ വർക്ക് ഇറ്റ് ഔട്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ഓരോരോ വീഡിയോസിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ കുറ്റവും കുറവുകളൊക്കെ മനസ്സിലാവുള്ളൂ. ഓരോ കടയിൽ പോയി നമുക്ക് തിന്നിട്ട് കുറ്റം പറയാൻ നല്ല സിമ്പിളാണ് അല്ലേ. ഓരോ കടയിൽ ചെന്നിട്ട് അത് കൊള്ളില്ലായിരുന്നു, ഇതങ്ങനെ ഇല്ലായിരുന്നു, ഇത് ഇങ്ങനെ. പക്ഷെ ഉണ്ടാക്കി നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മെതുവട കുറേ കടകളിൽ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഖത്തറിലെ മെതുവടകൾ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ ശരവണ ഭവനിലും പിന്നെയും ഭേദമാണ്, പക്ഷെ അതിലവധികം മല്ലിയിലയില്ലേ ആ സംഭവം. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ക്രിസ്പി ആയിട്ടുള്ള മെതുവടയാണ് ഇഷ്ടം. അശോക് ഭവനിലെ മെതുവട എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഖത്തറിലെ ശരവണ ഭവൻ ഓക്കെയാണ് കേട്ടോ, ഓക്കെയാണ്, ഗുഡാണെന്നല്ല പറയണ, ഓക്കെയാണ് മെതുവട. അപ്പോൾ ഖത്തറിൽ ഭൂരിഭാഗം കടകളിലും കിട്ടണ വട പുറമേ ക്രിസ്പി ആണെങ്കിൽ അകമേ ഭയങ്കര ചങ്കിയായിരിക്കും. അത് പുഴുക്ക് പോലെ ഇരിക്കും, ഈ പുഴുങ്ങി വെച്ചേക്കണ പോലെ. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ മനസ്സിൽ പിടിച്ച് പിന്നെയും പോയി കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. അപ്പം നേരെ മറിച്ച് പരിപ്പുവടയിലേക്ക് എനിക്ക് ഖത്തറിൽ ഒരു സ്പോട്ട് എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ടീ മദീനയില്ലേ, നമ്മുടെ ഓൾഡ് എയർപോർട്ട് ഫുഡ് പാലസിൻ്റെ നേരെയുള്ള ടീ മദീന, അവിടുത്തെ പരിപ്പുവട അടിപൊളിയാണ് കേട്ടോ. അത് നിങ്ങൾ കഴിച്ചു നോക്കണം. വേറെ അവിടുത്തെ പരിപ്പുവട എനിക്ക് ഖത്തറിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ടീ മദീനയിലെ പരിപ്പുവട കഴിക്കാൻ ഞാൻ പോവുമായിരുന്നു ഡയറ്റിന് മുമ്പ്. അപ്പോൾ ഇപ്പം ഞാൻ ഡയറ്റാണ്. സോ നമുക്ക് ഇതെന്തായാലും ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വലിയ വ്ളോഗാണെന്ന് വെച്ചാൽ വലിയ വ്ളോഗല്ല, ഡിപ്പെൻസ്. അപ്പം നമുക്ക് മെതുവടയിലെ പ്രിപ്പറേഷനിലോട്ട് പോകട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ മെതുവടയുടെ ഉഴുന്നും മറ്റേ പായസപ്പരിപ്പും ഇല്ലേ അത് ഇട്ട് വെച്ച സംഭവം ഞാൻ കഴുകി നല്ല രീതിക്ക് ആ പതയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ജാറിലിട്ട് വെള്ളം തൊടാതെ അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. സോ വെള്ളം കുറച്ചൊഴിച്ച് മാക്സിമം വെള്ളം ഇടാണ്ട് നമുക്ക് അടിച്ച് തിക്കായിട്ട് എടുക്കാം. എന്നാലാണ് ഈ സംഭവം വർക്കൗട്ട് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ.
സോ നമുക്ക് ഇതിലോട്ട് ഈ ജാറിലോട്ട് ഈ സംഭവം നമുക്ക് ഇടാം കേട്ടോ. ഒറ്റയടിക്ക് അടിച്ച് തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താവും എന്തോ. ഫസ്റ്റ് നമുക്ക് വെള്ളം ഇടാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നോക്കാം. എൻ്റെ മിക്സി അടിച്ച് പോയില്ലെങ്കിൽ ഭാഗ്യം. യൂട്യൂബിലെ കോണ്ടന്റ്സ് ഒക്കെ ഇടണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണല്ലേ. നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള സംഭവങ്ങൾ ചിന്തിച്ചിട്ട് വേണം കോണ്ടന്റ്സ് ഇടാൻ. ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ആണെങ്കിൽ പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി കോണ്ടന്റ്സ് ഇടാനായിട്ട് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ചില പർട്ടിക്കുലർ നീഷിലുള്ള കോണ്ടന്റ്സ് ആണെങ്കിൽ പെട്ടുപോകും അല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലെറ്റ് us see how it comes. പക്ഷെ എന്നാലും നിരന്തരം കോണ്ടന്റ്സ് ഇടുമ്പോൾ നല്ലൊരു റീച്ച് കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ ആയിട്ട്. അത് ഒരു വലിയ കാര്യം തന്നെ. ആവശ്യത്തിന് വേണ്ട വെള്ളം ഞാൻ ഈ പാത്രത്തിൽ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളം ഇടാണ്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമുക്കിത് അടിച്ചാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടിച്ചിട്ട് പിന്നെ വന്ന് കാണാം കേട്ടോ. ബായ്. അപ്പോൾ ദേ നമ്മുടെ മിക്സിയിൽ ഇത് അടിക്കാൻ പോണേണ്. എൻ്റെ ഈശോയെ, എൻ്റെ മിക്സി കേടായി പോവല്ലേ. കുറച്ച് വെള്ളം, ലേശം വെള്ളം, കുറച്ച് വെള്ളം. മതി. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ കണ്ടില്ലല്ലേ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടാ. ക്യാമറ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഈ ക്യാമറ പിടിക്കാനും വെക്കാനും ഒക്കെ കുറച്ച് ടഫൊക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ ഗൈസ്, എൻ്റെ മെതുവടയുടെ സംഭവം റെഡി ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ബിക്കോസ് എൻ്റെ മിക്സി അടിച്ചു പോവാറായി, നിന്നുപോയി വെള്ളച്ചാർക്കട അടിച്ചിട്ടേ. സോ ഇതേ നോക്കി ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൽ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം വെള്ളം ഇതിനേക്കാളും കൂടുതൽ വേണമെന്ന്. സോ നമുക്ക് മിക്സിനോട് ടാറ്റ ബൈ ബൈ സി യു പറയാം. ഓക്കെ മിക്സി, താങ്ക് യു വെരി മച്ച് എന്നെ ഇത്രയും നേരം അസിസ്റ്റ് ചെയ്തതിൽ. അപ്പോൾ നീ അവിടെ പോയിരുന്നോ, ഞാൻ അടുത്ത പരിപാടിക്ക് വിളിക്കാൻ തന്നെ. ടാറ്റാ. ഭയങ്കര മടി. സോ നമുക്ക് ഈ മെതുവട നമ്മുടെ ഈ ബൗളിലോട്ട് മാറ്റാം കേട്ടോ. കൊള്ളാം, നല്ല തിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എപ്പടി വന്നായോ പുണ്യകത്തണ്ടായോ, എപ്പടി വരുമെന്ന് ഓർത്തിട്ടാണ് അടുത്തുള്ള ടെൻഷൻ. എനിവേ നമ്മൾ ഉണ്ടാക്കിയിരിക്കും ഗൈസ്. അതങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മെതുവടയൊക്കെ ഉണ്ടാക്കണ കൊള്ളാം, ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കണ കൊള്ളാം. ഉണ്ടാക്കി കഴിയണ വരെ ഈ സാധനം ഉണക്കാൻ വെക്കരുത്. ഇതിൽ വെള്ളം ഇട്ട് വെച്ചേക്കണം, എന്നാലേ കഴുകാൻ ഈസി ആവുള്ളൂ. നമ്മളെപ്പോലത്തെ ന്യൂ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുക്കിംഗ് ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അറിയാൻ പാടില്ല. അപ്പോൾ കിട്ടിക്കഴിയുമ്പോഴല്ലേ പഠിക്കത്തുള്ളൂ. എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതിന് വെള്ളമിട്ട് നിറച്ച് വയ്ക്കുക, അന്നേരം കഴിയാൻ സിമ്പിളാവുള്ളൂ കേട്ടോ. അപ്പം ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാണ്. ഈ സംഭവത്തിനെ ഞാനൊന്ന് കുളിപ്പിക്കാൻ അവിടെ വാഷിംഗ് ബേസിൽ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അത് അസൈഡായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചോപ്പറും കത്തിയും എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവോളയാണ്. പക്ഷെ ഞാനിവിടെ ഈ സവോളയാണ് എടുക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കാനുള്ള കാര്യം. അതായത് രമണ, എൻ്റെ ആ ദോശ ഇതെന്ന് പറഞ്ഞതും കുറേ അയണിൻ്റെ ദോശയാണ്. അപ്പോൾ കുറേ നമ്മൾ ചുട്ട് അത് നല്ല രീതിക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് വീട് മാറിയതിന് ശേഷം ഇവിടെ വന്ന് ചുട്ടപ്പിന് ദോശ അടിക്കുടിക്കാൻ തുടങ്ങി. അപ്പം
നിങ്ങൾ വിചാരിക്കും എല്ലാത്തിലും അമ്മച്ചി അമ്മച്ചി അമ്മച്ചി. ഞാൻ അമ്മച്ചി അടുക്കളയിൽ കയറി കാര്യങ്ങൾ കാണാനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അമ്മച്ചിയുടെ കൂടെ ജീവിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ അല്ല ജീവിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെ താമസിക്കുമ്പോൾ അമ്മച്ചി കാണിക്കണല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അമ്മച്ചി ചില സമയത്ത് ഈ സംഭവമില്ലേ, ഈ തേങ്ങയുടെ ഇങ്ങനെ ഇരിക്കണ തേങ്ങയിൽ പൊക്കത്തൊരു തൊപ്പി ഉണ്ടാവില്ല, ആ തൊപ്പി പറിച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇങ്ങനെ ദോശ ചട്ടിയിൽ ഇങ്ങനെ വരയ്ക്കണ കാണാം. പിന്നെ ഈ സവോള അതുപോലെ തന്നെ ഒരു ഫോക്കിൽ കുത്തിയിട്ട് ഇത് ഇത്തിരി വെളിച്ചെണ്ണ നനച്ചിട്ട് ദോശ ചട്ടിയിൽ വരച്ചിട്ട് ദോശ ചുടുമ്പം നല്ല സിമ്പിളായിട്ട് ദോശ അടുക്കി കുടിക്കാണ്ട് വരും. അപ്പം അതേ ടെക്നിക്കാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത് ഇന്നിപ്പോൾ രാവിലെ കൊച്ചിന് ഫുഡ് എടുക്കാൻ നേരത്ത്. അപ്പം അത് കറക്റ്റായിട്ട് വന്നിട്ടാ. അപ്പം അതിൻ്റെ ബാലൻസ് ഇരിക്കണ സവോളയാണ്. അതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു 1.25 സവോള, മുക്കാലാണോ കാലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, എന്തായാലും ഇത്രയും സവോള ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കറിക്ക് ഉപയോഗിച്ച ഇഞ്ചിയാണിത്. അപ്പം ഇതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈസ് ഞാനൊരു 3 പച്ചമുളകും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്ത് വെക്കാം. കുറച്ച് ഒന്ന് ബാലൻസ് ചെയ്യുന്ന സംഭവമില്ലേ, അത് ഞാനെടുത്ത് ഈ പ്ലാസ്റ്റിക് ഡബ്ബയിലോട്ട് മാറ്റുന്നുണ്ട്, ഫ്രിഡ്ജിൽ കയറ്റുന്നുണ്ട്. വൈകുന്നേരം മുട്ട വറക്കുമ്പോൾ യൂസ് ചെയ്യാം. എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കി കാണാം? നോട്ട് ദ പോയിന്റ്. ഫുഡ് നോട്ട് ടു വേസ്റ്റ്, ഇറ്റ്സ് ടു ഈറ്റ്. ഞെരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ചേർക്കേണ്ട സംഭവം എന്താണ്? കുരുമുളക് കുറച്ച് ഇടിച്ച് ചേർക്കുക. കുരുമുളക് ഇങ്ങനെ ഇത്തിരി കുരുമുളക് എടുത്തിട്ട് നമ്മൾ ചതക്കാൻ പോകണ്ട. അത് യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നത് എനിക്കറിയാമല്ലോ. ക്യുമിൻ, ചെറിയ ജീരകമില്ലേ, അതിട്ട് ഇതിൻ്റെ ഒപ്പം ചതക്കുന്നത്. നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്താ പറയുക, ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ റെസിപ്പിയിൽ ചേഞ്ച് ചെയ്യുന്ന ഫ്ലേവേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അതും കൂടിയാണല്ലോ കുക്കിംഗ്. അല്ലാണ്ട് ഒരാളുണ്ടാക്കിയത് അതേപോലെ തന്നെ ഉണ്ടാക്കുന്നതല്ല കുക്കിംഗ്. നമ്മുടെ രീതിക്ക് ഉണ്ടാക്കുന്നതാണ് കുക്കിംഗ്. അപ്പം അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ടിട്ട് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ശ്രദ്ധിക്കുക, എൻ്റെ എല്ലാ കറിയിലും ഉപ്പ് കുറവായിരിക്കും. ഇതിൽ ഈ ഉപ്പ് കൂടാണ്ട് കറി. പിന്നെ കായപ്പൊടി നിർബന്ധ. കുറച്ച് കൂടുതലിരുന്നോട്ടെ, എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് കാണാമല്ലോ ഇല്ലേ. ഇത് നന്നായി വന്നാൽ മതിയാവും. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഐഡിയ മാത്രം തോന്നിയ ഒരു ഐഡിയ ആണ്. എന്തുകൊണ്ട് അരിപ്പൊടി ചേർക്കില്ല? പഴംപൊരിയിൽ ഞാൻ അരിപ്പൊടി ചേർക്കാറുണ്ട്, ക്രിസ്മസ് കിട്ടാൻ വേണ്ടി കിട്ടാറുണ്ട്. അപ്പം ഇതിലെന്തുകൊണ്ട് ചേർത്തൂടാ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യണതാണ്. ഫ്ലോപ്പായി പോകുന്നത് എനിക്കറിയത്തില്ല. നോക്കാം. അരിപ്പൊടി രക്ഷിക്കണേ. ഇത്ര അരിപ്പൊടി ഞാൻ ചേർത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എപ്പിടി വന്നായോ കുഞ്ഞി വന്നായോ ചേരാവേ. മിക്സർ നല്ലതാണ്, ഫ്ലഫിനെസ് കൂടും. നിനക്ക് റെസ്റ്റ്, നീ ഇവിടെ കിടന്ന് സെറ്റ് ആയിക്കോളും. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ് 2 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചേക്കണ മെതുവടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനാണ് ഇനി അടുത്ത പണി. ദൈവം എന്താണോ കണ്ടുപിടിച്ചത്. കുറച്ച് ബ്രൗണിഷ് ആയി, ഇന്ത്യയിൽ കുഴപ്പമില്ല. റൈറ്റ്, വി ക്യാൻ റൈറ്റ്. യെസ്, ഗുഡ്. എനിക്കിത് കുറച്ചും കൂടി അടിയണമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് അത് അടിയണമായിരുന്നു.
ഗൈസ് നോക്കൂ ഗൈസ്, ഇതാണ് നമ്മുടെ മെതുവട അല്ലെങ്കിൽ ഉഴുന്നുവട വറുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എൻ്റെ സംഭവം കാണുമ്പോൾ തന്നെ ഓക്കെ റെഡി ആയതുപോലെയാണ് തോന്നുന്നത്, പക്ഷെ തിന്ന് കഴിയുമ്പോഴേ എൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് തിന്നാം ഇത് വറുത്ത് കഴിഞ്ഞിട്ട്. സോ ഇതിൻ്റെ പ്രോസസ്സ് നടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് ക്വാളിഫയിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഴിച്ച് നോക്കുന്നതാണ്. കഴിച്ചിട്ട് പറയാട്ടാ. അപ്പോൾ ഗൈസ് വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്യുക, ഇങ്ങനെയാണ് ഇനി വെറുതെ അടുത്ത ഒരു ക്ലിപ്പ് എടുക്കണേന്ന്. അപ്പം ഇതേ എനിക്ക് ഈ ക്രിസ്പിനെസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വാവ്, ഉള്ളി വെന്തിട്ടുണ്ട് കേട്ടോ. കഴിച്ചോളാം. ഇഞ്ചി ക്രിസ്പിയാണ്. ആ ഒരു അറോമയുണ്ട്. ഉള്ളു വെന്തിട്ടോ. ഓവറോൾ കൊള്ളാം. ബട്ട് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അരച്ച മാവില്ലേ, ആ മാവ് ഇനിയും കൂടി പൊക്കാട്ട് അരച്ച് വെച്ചെങ്കിൽ അടിപൊളിയാകേണ്ട സംഭവമാണ് ഇത് വിടാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് ഒറ്റ മിസ്റ്റേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാണ്ട് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. നമസ്തേ കൊച്ചി.